കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം മഹത്വമെടുക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഈ സമയത്ത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തോട് ചേർന്ന് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു അവർകൾ, ഫാമിലി, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ ലിനു ഫാമിലി, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്ന പ്രിയ രാജി സിസ്റ്റർ കുടുംബം, മറ്റ് പല പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു വ്യത്യസ്തമായ ഒരു കാലയളവിൽ തികച്ചും ലോകം മുഴുവനും ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവമക്കളായ നമ്മൾ ദൈവമുമ്പാകെ കാണിക്കുന്ന ഈ വലിയ തീഷ്ണതയ്ക്കും ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് കാണിക്കുന്ന ഈ വലിയ മനസ്സിനും ദൈവത്തിന്റെ വലിയ സന്തോഷമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോഴ് ഏകദേശം 7:30 7:30 ആയി. നിങ്ങളുടെ അവിടെ എനിക്കറിയാം എല്ലാ ഫ്രൈഡേ ആണല്ലോ നമ്മുടെ അവിടുത്തെ സഭായോഗങ്ങൾ. ഇന്ന് രാത്രിയിലും ആ ദിവസം തന്നെ നിങ്ങൾക്ക് കർത്താവിൻ്റെ കൊണ്ട് ചേർന്നിരിപ്പാൻ ദൈവം അവസരത്തെ ഞാൻ ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കും. ആര് പ്രസംഗിച്ചാലും പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. എല്ലാ മഹത്വവും നമുക്ക് കർത്താവിന് കൊടുക്കാം. ഇന്ന് രാത്രിയിൽ എബിഎച്ച്എം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളോട് എന്തെങ്കിലും ഇടപെട്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് എന്നിലേക്കുള്ള പ്രതീക്ഷകൾ മാറ്റി ദയവ് ചെയ്ത് കർത്താവിലേക്കുള്ള പ്രതീക്ഷയിലേക്ക് നിങ്ങൾ വരണമേ എന്ന് വളരെ താഴ്മയോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ബിജുവായിട്ട് സംസാരിക്കാനിടയായി. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ സംസാരമധ്യേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ദോഹയിൽ ഞാൻ കൺവെൻഷൻ വന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പാസ്റ്റർ അവിടെ ഉണ്ട് എന്നറിഞ്ഞത്. എനിക്ക് പാസ്റ്ററിന്റെ ഫേസ് ഓർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ അയച്ചതെന്ന് പറഞ്ഞ് പാസ്റ്റർ വിട്ടുപോയി. പിന്നെ ലിനിമോനോട് പറഞ്ഞ് ഞാൻ കണ്ടു. ഞാൻ കണ്ട മുഖമാണോ എന്ന് എനിക്ക് ഓർക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഇതൊരു സന്തോഷം. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. ദൈവത്തിന്റെ വചനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? ആര് പ്രസംഗിച്ചാലും എത്ര പ്രാവശ്യം നമ്മൾ കേട്ടാലും വചനത്തിന്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം അതിന് വലിയ പുതുമയാണ്. സ്തോത്രം. ഞങ്ങളുടെ വീട്ടില്, നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ ടാങ്ക് ഉണ്ട്. വെള്ളം നിറച്ചു വെക്കുന്ന വലിയ ടാങ്കുകൾ, 500-1000 ലിറ്ററിന്റെ ടാങ്കുകളുണ്ട്. ആ ടാങ്കിൽ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ 2 പ്രാവശ്യമൊക്കെ രാവിലെയും വൈകിട്ടും 2 പ്രാവശ്യം അതിൽ നിറച്ച് വെള്ളം സംഭരിച്ചു വെക്കാറുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ടാപ്പ് തുറന്നു കഴിയുമ്പം അതിലെ വെള്ളം തീർന്നുകൊണ്ടിരിക്കും. തീർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മമ്മിക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. കാരണം വെള്ളം തീർന്നു പോയില്ലോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം, ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ ടാപ്പിലൂടെ വെള്ളം തീരും, ടാങ്കിലെ വെള്ളം തീർന്നു. പക്ഷേ കിണറ്റിലെ വെള്ളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. നമ്മൾ എത്ര പ്രാവശ്യം അതിൽ നിന്ന് കോരിയാലും പിന്നെയും അതിൽ ഊറിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ എത്ര പ്രാവശ്യം കോരിയാലും അതിലെ വെള്ളം വീണ്ടും ഊറിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമതൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കിണറ്റിലെ വെള്ളത്തിന്റെ പ്രത്യേകത, ഓരോ പ്രാവശ്യം ഊറിയ വെള്ളമല്ല നമ്മൾ കോരിയെടുത്താലും പുതിയതാണ് പിന്നെയും ഊറി വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാത്ത ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൈവം വ്യക്തമായിട്ട് സംസാരിക്കും. ഞാൻ ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പാണ് കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പാഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈദിക ജീവിതമായിരുന്നു. ഏറ്റവും വലിയ പാഷൻ. കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വൈദികരും മെത്രന്മാരും ഒക്കെ ഉള്ള വീട്ടിലെ ഞാൻ. അപ്പം കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നത് ആ ഒരു പരിചയത്തിലായതുകൊണ്ട് എൻ്റെ വലിയ പാഷനായിരുന്നു പൗരോഹിത്യ ജീവിതം. അത്ര ഇഷ്ടമാണ്, എനിക്കുന്നവരെ ഇഷ്ടമാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ ആ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വൈദിക ജീവിത പഠന കാലങ്ങളിൽ കുർബാന ചൊല്ലിത്തീരുന്ന മദ്ബയിൽ വിശുദ്ധ കുർബാന ചൊല്ലിത്തീരുന്നിടത്ത് കുർബാന ചൊല്ലിത്തീരുമ്പോൾ അവിടെ മരിച്ചു വീഴണമെന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ. അത്ര ക്രേസായിരുന്നു എനിക്ക് പട്ടത്ത ജീവിതത്തോട്. പക്ഷെ ദൈവം എന്നെ കണ്ടു. അതാ സത്യം. ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരുടെ മീറ്റിങ്ങിലല്ല. എൻ്റെ കുടുംബങ്ങളിൽ ഇന്നും ഞങ്ങളുടെ ഈ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ സിസ്റ്റർ, ഞാൻ മാത്രം, ഞങ്ങൾ 2 കുടുംബക്കാർ മാത്രമേ ഉള്ളൂ പെന്തക്കോസ്തിൽ. ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഈ ദേശത്തുള്ള എല്ലാ കുടുംബക്കാരും മൊത്തം കാത്തലിക്സും ബർത്തമൈറ്റ്സും ജാക്കോബൈറ്റ്സാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളില് പെന്തക്കോസ്തുകാർക്ക് ഞങ്ങളുടെ വീട് ഒഴിച്ച് മറ്റുള്ള കുടുംബങ്ങളൊന്നും പ്രവേശനമില്ല.
അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്നത് കത്തോലിക്ക സഭയിൽ വൈദികനായിട്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ധ്യാനിപ്പിച്ച ഒരു ധ്യാനഗുരുവിന്റെ ധ്യാനത്തിന് അവസാനം അദ്ദേഹം കുർബാന ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിലെ വാചകങ്ങൾ കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് പറയാനുണ്ട്. ദൈവത്തിന് ഒരാളെ തെരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രസംഗം പോലും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ഇടപെടാൻ വ്യക്തമായിട്ടറിയാം. ഞാൻ രക്ഷയിലേക്ക് വരാൻ കാരണം എന്നെ അതിലേക്ക് നയിച്ചത് ഒരു വൈദികന്റെ കുർബാന ചൊല്ലിയ ഒരു വാചകമാണ്. ആ വാചകം കേട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് ആ മനുഷ്യൻ, എന്നെ രക്ഷയിലേക്ക് നയിച്ച ആ മനുഷ്യൻ ഇന്ന് ഒരു തിരുമേനിയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുമേനിയാണ്. ഞാനൊരു പാസ്റ്ററുമായി. നമ്മുടെ കണ്ണിൽ അത് വൈരുദ്ധ്യമെന്ന് തോന്നും, ദൈവത്തിന്റെ കണ്ണിൽ അങ്ങനെ വൈരുദ്ധ്യമില്ല. നമ്മുടെ കണ്ണിൽ അത് യാദൃച്ഛ്യമെന്ന് തോന്നും, ദൈവത്തിന്റെ നിഘണ്ടുവിൽ യാദൃച്ഛ്യം എന്നൊരു പദം. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ യാദൃച്ഛികം എന്ന് തോന്നും, അല്ല. ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ യാദൃച്ഛികം എന്നൊരു പദമില്ല. സ്തോത്രം. ഞാൻ ഈ 32 വർഷമായി കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് അനേക സ്റ്റേജുകൾ, അനേക ഇടങ്ങളിൽ ഒക്കെ ഞാൻ കർത്താവിനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും വളരെ വളരെ ഓണസ്റ്റ്ലി ഞാൻ പറഞ്ഞാല്, ഞാൻ ഈ 32 വർഷം കർത്താവിനെ പ്രസംഗിച്ചെങ്കിലും ഞാൻ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ആദ്യമായി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യന്റെ എല്ലാ കൗതുകവും, എല്ലാ ക്യൂരിയോസിറ്റിയും, എല്ലാ സന്തോഷവും എൻ്റെ ഉള്ളിലുണ്ട്. കാരണം വചനത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നമ്മുടെ എല്ലാ മുൻവിധികളും മാറിപ്പോകട്ടെ. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഒഴുകി വരാൻ വേണ്ടി നമുക്ക് രാത്രിയിലെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. നമ്മുടെ വീടുകളൊക്കെ അടച്ചിട്ട് കഴിയുമ്പോൾ, നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീടൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ലും ഒരു ഭയങ്കര സഫോക്കേഷൻ നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? വന്ന ഉടനെ നമ്മൾ ജനാലകളെല്ലാം തുറന്നിടും. അപ്പോൾ അകത്തെ എയറെല്ലാം പുറത്തു പോയി. ഹല്ലേലൂയ. പുറത്തെ ശുദ്ധമായ വായു അകത്തേക്ക് പോയി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വാതിലുകളും ഇത് രാത്രിയിൽ നമുക്ക് മലർക്കെ തുറന്നിടാം. നിങ്ങൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുന്നു. നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞു. നിങ്ങളെല്ലാം എന്നെ കണ്ടു കഴിഞ്ഞു. എനിക്കെല്ലാം നിങ്ങൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി കർത്താവിന്റെ സന്നിധിയോട് അടുത്ത് വരാം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ വളരെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്, വലിയൊരു ദൈവ സാന്നിധ്യം ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവം ഉള്ളിടത്ത് മാത്രമേ ദൈവ സാന്നിധ്യം വരികയുള്ളൂ. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ പറയാനാ പറയുന്നത്, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ, ശിരസ്സിന് മുകളിൽ തുറന്നു കിടക്കുന്ന ഒരു സ്വർഗത്തെ ഞാൻ കാണുന്നു. നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തെക്കാൾ തൊട്ടരികിൽ യേശു നിൽക്കുന്നു. ആ കർത്താവിനോടെല്ലാം മറന്നൊരു നിമിഷം 2 കരങ്ങളും പറ്റുമെങ്കിൽ വിരിച്ചു പിടിച്ച് കർത്താവിനോട്, കർത്താവെ, ഇന്നത്തെ രാത്രി മറക്കാനാവാത്ത ഒരു രാത്രിയായി, ഇന്നത്തെ പകൽ, ഇന്നത്തെ സഭായോഗം മറക്കാനാവാത്ത ഒരു ദിവസമാക്കി, നിമിഷമാക്കി അങ്ങനെക്ക് മാറ്റിത്തരണമേ. നിങ്ങളുടെ എല്ലാ ചിന്തകളും മറക്കണേ. കോവിഡിനെ മറന്നേ, നിങ്ങളുടെ ജോലിയെ കുറിച്ചുള്ള ഭാരങ്ങളെ നിങ്ങൾ മറന്നേ. നമ്മുടെ കർത്താവുമായിട്ട് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തേക്കാൾ തൊട്ടരികിൽ വന്ന് നിൽക്കുന്ന യേശുവിന്റെ അരികിലേക്ക് നമുക്ക് അടുത്തു വരാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പറ്റുമെങ്കിൽ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രതയോടെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേടിയ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണം. എല്ലാവരും ചേർന്ന് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, എന്റെ ഈരം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തിയിടേണമേ. സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ
അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരികയാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദിവ്യമായ വചനത്തിലൂടെ ആസ്വദിപ്പാൻ, അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങളുമായി ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ഓരോ വ്യക്തികളോട് വ്യക്തമായും ശക്തമായും ആഴത്തിലും അങ്ങയുടെ ആത്മാവ് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിയുടെ മഹത്വമല്ല, കർത്താവിന്റെ മഹത്വം മാത്രം വെളിപ്പെടേണ്ടതിന് ക്രൂശിൽ ഞങ്ങൾ മറയുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിദൂരങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്കുള്ളതെല്ലാം ക്രിസ്തുവിൽ അവിടുത്തെ പിളർപ്പിൽ സുരക്ഷിതമായിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആമേൻ പറഞ്ഞു നിൽക്കുന്നത് വരെ ജനത്തിന്റെ ശ്രദ്ധയെത്തിരിക്കുന്ന ഒരു പഴുതുകളും വരാതെ കർത്താവ് സൂക്ഷിക്കണമേ. അടിയനോട് കർത്താവിന്റെ കരുണ തോന്നണമേ, കൃപയിൽ മറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറയാം. സ്തോത്രം. നമ്മുടെ ഇന്ന് രാത്രിയിലെ ദൈവികമായ ധ്യാനത്തിനായിട്ട് വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ പാസെ ഒന്ന് അൺമ്യൂട്ട് ആക്കി പാസ് ഒന്ന് വായിക്കാമെങ്കിൽ ഉപകാരമായിരിക്കും. പാസ് ബിജു ഒന്ന് വായിക്കാമെങ്കിൽ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. സ്തോത്രം. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്നോ യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്കു യഹോവയുടെ കൃപ ലഭിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ ദേവദാസന്മാരുടെ വചനത്തിലൂടെ നിങ്ങൾ കേട്ട ഒരു വേദഭാഗമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഈ കാലയളവിൽ വളരെ എന്നെ ആഴത്തിൽ പിടിച്ചു കുലുക്കിയ, എൻ്റെ ലൈഫിനെ തന്നെ യൂട്ടേൺ തിരിച്ച ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി ഈ ഭാഗം തന്നെ നിങ്ങളോട് ഇടപെടുവാനായിട്ട് കർത്താവ് ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഭാഗത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോകാം. ഈ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി തെരഞ്ഞെടുത്തു. സിമ്പിളായിട്ട് പറഞ്ഞാല് ദൈവത്തിന്റെ പുത്രന്മാർ, അതിന്റെ തിയോളജി ഒന്നും ഞാൻ, എന്റെ ദൈവശാസ്ത്ര അർത്ഥമൊന്നും ഞാൻ രാത്രി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളത് കണ്ടപ്പോ തങ്ങൾക്ക് ബോധിച്ച സ്ത്രീകളെ ഭാര്യമാരായിട്ട് തിരഞ്ഞെടുത്തു. അതായത് ഒരു വാക്കിൽ പറഞ്ഞാല്, കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അവർ ഭാര്യമാരായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതോടുകൂടി തന്നെ ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് ദൈവം ഒരു ഒരു ക്രമം ദൈവം ഇട്ടിട്ടുണ്ട്. ഭൂമിയിലെ ഓരോ വസ്തുക്കൾക്കും, പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങൾക്കും ദൈവം ഇട്ടൊരു ഉണ്ട്, ഒരു ക്രമമുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കും, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോഴും അതുപോലൊരു ക്രമം ദൈവം ഇട്ടിട്ടുണ്ട്. ഇന്ന് ഭൂമിയിൽ ഒരുപാട് ബാലൻസ് തെറ്റിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആഗോളതാപനം, അതുപോലെ ക്രമാതീതമായ വെള്ളപ്പൊക്കം, പകർച്ചവ്യാധി, ഇതിനെല്ലാം പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ താളത്തെ മനുഷ്യൻ തെറ്റിച്ചതിന്റെ ഒരു അനന്തര ഫലമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം അനുഭവിക്കുന്ന ഒരു 99% കെടുതികൾക്ക് കാരണം. ദൈവം അതിന് ഉത്തരവാദിയല്ല. മറന്നു പോകില്ലേ, ദൈവം ഈ പ്രപഞ്ചത്തിന് ഒരു താളം ഇട്ടിട്ടുണ്ട്, ഒരു ക്രമം ഇട്ടിട്ടുണ്ട്. ആ ലോ ബ്രേക്ക് ചെയ്താൽ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിച്ചു പറ്റും. 2, അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ മേലും, മനുഷ്യൻ കടന്നു പോകേണ്ട വഴികൾ, മനുഷ്യൻ കടന്നു പോകേണ്ട പന്താവുകൾ, അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനും ദൈവം ഇട്ടൊരു ക്രമമുണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്.
ആ ട്രാക്ക് തെറ്റിക്കാൻ ദൈവം ഒരിക്കലും മനുഷ്യനെ അനുവദിച്ചിട്ടില്ല. ഇന്ന് ഈ സന്ധ്യയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, മറ്റെല്ലാ ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ ഓരോ വാക്ക് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓരോ വാക്കിനാലാണ് ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളിൽ നിന്നും എല്ലാ ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചത്, പക്ഷികളെയും മൃഗങ്ങളെയും ജന്തുക്കളെയും. പക്ഷെ മനുഷ്യനെ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യനെയും അങ്ങനെ സൃഷ്ടിക്കാമായിരുന്നു ഒരു വാക്കിൽ. ദൈവത്തിന് അതൊന്നും അസാധ്യമല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ ചെയ്തില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം സമയമെടുത്ത് മണ്ണ് കരങ്ങളിലെടുത്ത് മണ്ണ് കുഴച്ച്, അപ്പൊ അങ്ങനെയാണെങ്കിലും ദൈവം മണ്ണെടുത്ത് കുഴച്ചെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കരം ആ മണ്ണിൽ തൊട്ടിട്ടുണ്ട്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ആരും ചെറിയവരല്ല, ദൈവത്തിന്റെ കരം തൊട്ട മണ്ണാണ് നമ്മൾ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഈ ഒരു പദം തന്നെ നിങ്ങളുടെ അകത്ത് കയറണം. ദൈവത്തിന്റെ കരം തൊട്ട മണ്ണാണ് നമ്മൾ. 2, ദൈവത്തിന്റെ ശ്വാസം അവൻ നമ്മളിലേക്ക് ഊതി. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഉള്ളിലേക്ക് ജീവശ്വാസം ഊതണമെങ്കിൽ ഒരാളെ ചേർത്ത് പിടിക്കാതെ ഒരിക്കലും അത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, 1, ദൈവത്തിന്റെ കരം തൊട്ട മണ്ണാണ് നമ്മൾ. 2, ദൈവം ചുംബിച്ച മണ്ണാണ് നമ്മൾ. സ്തോത്രം പറയാൻ പറ്റുമോ? ഇനി ദൈവം അത് ചെയ്യുമ്പോൾ, ദൈവം കരം കൊണ്ടെടുത്ത് കുഴയ്ക്കുമ്പോൾ, ദൈവം ചുംബിക്കുമ്പോൾ, 1, അവന്റെ കരം തൊട്ട മണ്ണാണ് നമ്മൾ. 2, അവൻ ചുംബിച്ച മണ്ണാണ് നമ്മൾ. 3, അവന്റെ നിഴൽ വീണ മണ്ണാണ് നമ്മൾ. അപ്പൊ നമ്മൾ എത്ര വലിയ ആളുകളാണ് ഓർത്ത് നോക്കി. അങ്ങനെയാണ് മനുഷ്യനെ ദിവസം. ഇന്ന് ലോകത്തിന്, സയൻസിനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ. എന്താ കാര്യം? ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഒരു വാക്കിനാൽ സൃഷ്ടിക്കാതെ ഇത്രയും സമയമെടുത്ത് ഇത്രയും ഒരു അത്ഭുതമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ. മറ്റൊരു മെസ്സേജ് ആണെങ്കിലും ഒരു പദം പറഞ്ഞാൽ ആ ഭാഗം വിടുകയാ. ദൈവത്തിന് വസിക്കേണ്ട വീടാണ് നമ്മൾ. അതുകൊണ്ടാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ദൈവം വസിക്കുന്ന വീടാണെന്ന്? ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളെ തൊട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ദൈവം വസിക്കുന്ന വീടാണെന്ന് പറഞ്ഞേ, നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളെ വിട്ടുപോകും. സ്തോത്രം. ദൈവം വസിക്കുന്ന വീടാണ്. അങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എത്തണമെങ്കിൽ ദൈവം ഇട്ടൊരു ട്രാക്കുണ്ട്, ഇട്ടൊരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിയാൽ അതിന് പ്രശ്നമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സ്ത്രീകളിൽ സൗന്ദര്യമുള്ളവരെ കണ്ടപ്പോ ഇവിടെ ഒരു പദമുണ്ട്, തങ്ങൾക്ക് ബോധിച്ചവരെ, കുറച്ചുകൂടി നല്ല മലയാളം, തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഭാര്യമാരായിട്ട് തന്നെ. ഇഷ്ടമുള്ളവരെ, ഇഷ്ടമുള്ളതിനെ ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇഷ്ടമുള്ളതിനെ ഇഷ്ടം പോലെ എന്തും അങ്ങനെ തെരഞ്ഞെടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ക്രമത്തെ തെറ്റിച്ച്, പ്രിയപ്പെട്ടവരെ, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കണ്ണിന് ഇഷ്ടം തോന്നിയതിനെ, മനസ്സിന് ഇഷ്ടം തോന്നിയതിനെ എന്ത് ചെയ്തു? ഭാര്യയായിട്ട് തിരഞ്ഞെടുത്തു. എന്ത് പറ്റി? അപ്പോൾ ദൈവം പറഞ്ഞു, 3-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, അവന്റെ ആയുസ് 120 വർഷമാകും എന്ന് പറഞ്ഞു. ഓർത്തോണം, ഇന്ന് രാത്രി മറന്നു പോകില്ലേ, ദൈവം ഇട്ടൊരു ക്രമത്തെ തെറ്റിച്ചപ്പോൾ 2 കാര്യം അവിടെ സംഭവിച്ചു. 1, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇനി അങ്ങനെ സദാകാലവും വാദിക്കുന്ന ആ ഒരു പ്രക്രിയ ഇവിടെ അവസാനിക്കുന്നു. നമ്പർ 1. നമ്പർ 2, മനുഷ്യന്റെ ആയുസ്സിനെ ദൈവം 120 വർഷമായി വെട്ടിച്ചുരുക്കി. ഇന്ന് രാത്രി മറക്കല്ലേ, ദൈവം നമുക്ക് തന്നിട്ട്, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു, ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം നമ്മളെ കണ്ടു. പക്ഷേ ദൈവം അനുവദിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു പദം എനിക്ക് ഇന്ന് രാത്രി പറയാനുണ്ട്. കർത്താവ് എന്നോട് ഇടപെട്ടൊരു പദമാണ്. ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും ദൈവം വെട്ടിച്ചുരുക്കും. സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്നലകളിൽ നീ അനുഭവിച്ച, ഇന്നലകളിൽ നീയും ഞാനും ആസ്വദിച്ച പലതും ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പലതും ദൈവം വെട്ടിച്ചുരുക്കിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറന്നു പോകൽ, എവിടെയോ നമ്മുടെ ട്രാക്കുകൾ തെറ്റിയിട്ടുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ. ബൈബിൾ പറയുന്നു, മനുഷ്യൻ പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി. നല്ല വാക്യം അതാണ്, ഞാൻ വിവരിക്കുന്നില്ല. 5-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും
അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കാണും. അപ്പൊ രണ്ട് കാര്യം കൂടെ സംഭവിച്ചു. ഒന്ന്, മനുഷ്യന്റെ ദുഷ്ടത പെരുകാൻ തുടങ്ങി. രണ്ട്, ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ പ്രിയപ്പെട്ടവരെ 24 hours ദോഷമുള്ളത് കാണും. എന്തുപറ്റി? ഏതോസം പറയുന്നു, ഞാൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അനുതപിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഗൗരവത്തിലേക്ക് വരികയാണ് നമ്മൾ. ഞാൻ പറയാൻ പോകുന്ന ആ മെസ്സേജിന്റെ ഒരു അടിത്തറയിലേക്കാണ് ഞാൻ വരുന്നത്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഒരു മിനിറ്റ് പോലും നിങ്ങൾ ലാഗ് ചെയ്യരുത്, ഒരു പദം പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. കർത്താവിനോട് പറഞ്ഞ പദങ്ങൾ മാത്രമേ ഞാൻ പറയുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിസ് ചെയ്യുന്ന ഒരു പദത്തിനകത്തായിരിക്കും നിങ്ങൾക്കുള്ള വിടുതൽ ദൈവം ഒളിപ്പിച്ചു വെച്ചേക്കും. നിങ്ങൾ ലൈഫ് ചിലപ്പോൾ അവിടെ ആയിരിക്കത്തില്ല. അപ്പം പിശാച് അത് കുത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒന്ന്, ദൈവം ആയുസ്സിനോടുള്ള ആനുകൂല്യത്തെ വെട്ടിച്ചുരുക്കി സദാകാലം ബാധിക്കുന്ന ആ ഒരു പ്രക്രിയ അവസാനിപ്പിച്ചു. മൂന്നാമത്, മനുഷ്യന്റെ ഹൃദയത്തിലെ ദുഷ്ടതയുടെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അനുതപിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ എബിയച്ചനോട് ഇരിക്കുമ്പോ നിങ്ങൾ എന്നെ ഒരു വലിയ ദൈവദാസനായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ കടലിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനൊക്കെ ഉള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ശരിക്കും എന്നെ കുറിച്ച് ഒരു സാക്ഷ്യം പറയേണ്ടത് ദൈവമാണ്. ദൈവം പറയേണ്ടത്. നമുക്ക് ദൈവം കൃപാവരങ്ങൾ തന്നു, നമ്മളെ ദൈവം രക്ഷയിലേക്ക് നയിച്ചു, ദൈവം നമ്മളെ അഭിഷേകത്തിലേക്ക് നയിച്ചു, ദൈവം നമ്മളെ സ്നാനത്തിലേക്ക് നയിച്ചു. അർഹതയില്ലാത്ത പലതും ദൈവം നമുക്ക് നൽകി. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഇവനെ സൃഷ്ടിച്ചതിൽ ഞാൻ അനുതപിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാമോ? ഒരുപാട് പേർക്ക് ദൈവം കൃപാവരങ്ങൾ കൊടുത്തു. ഉൾപ്പിറ്റുകളിൽ നിറഞ്ഞാടുന്ന ദൈവദാസന്മാർ, വേദികളിൽ, ചാനലുകളിൽ, പോസ്റ്ററുകളിൽ, യൂട്യൂബിലൊക്കെ തിമർത്താടുന്ന ദൈവദാസന്മാർ, വിശ്വാസികൾ. പക്ഷെ ദൈവത്തിന് ചോദിക്കാനുള്ളത്, എപ്പോഴെങ്കിലും ഇവരുടെ മേൽ ഈ കൃപാവരങ്ങൾ നൽകിയതിൽ, ഈ പ്രവചനം നൽകിയതിൽ, ഇവർക്ക് ഈ അധികാരം നൽകിയതിൽ, ഇവരെ പ്രസിഡന്റ് ആക്കിയതിൽ, ഇവരെ കമ്മിറ്റിയിലാക്കിയതിൽ, ഇവർക്ക് അന്യഭാഷ നൽകിയതിൽ ഞാൻ അനുതപിക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നെങ്കിൽ ഓർത്തോ, അതിന്റെ തൊട്ടുപിറകിൽ ഒരു ന്യായവിധിയുടെ മുഴക്കമുണ്ടെന്ന് മറന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ ദൈവം എനിക്കും നിനക്ക് നൽകിയത് രക്ഷ മുതൽ, സ്നാനം മുതൽ, അഭിഷേകം മുതൽ, വേർപാട് മുതൽ, വിശുദ്ധി മുതൽ, കൃപാവരങ്ങൾ, പ്രവചനം, വെളിപ്പാട് ഇത്യാദി ദൈവിക മർമ്മങ്ങളുടെ കാര്യവിചാരകരാക്കി മാറ്റിയതുപോലും എന്റെയും നിന്റെയും വിശുദ്ധിയുടെ വിശ്വസ്തയുടെ മണ്ഡലത്തിലല്ല, മറിച്ച് അവന്റെ സഭയുടെ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും വേണ്ടിയാണ്. ദൈവം പകർന്നത് എന്തെങ്കിലും, ദൈവം നൽകിയത് എന്തെങ്കിലും സ്വന്തം ജീവിതത്തിന്റെ, സ്വന്തം സമ്പത്തിന്റെ, സ്വന്തം കസേരയുടെ, സ്വന്തം പാപജീവിതത്തിന്റെ ഇടുക്കു വഴികളെ വളർത്തിയെടുക്കാൻ വേണ്ടി നീ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്, ദൈവം എന്നെയും നിന്നെ കുറിച്ച് അനുതപിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം, നിന്റെ അപ്പനോ അമ്മയോ ലോകമോ നിന്റെ മാതാപിതാക്കളോ നിന്നെ കുറിച്ച് ദുഃഖിക്കുന്ന ദുഃഖമല്ല വലുത്, ദൈവം നിന്നെ കുറിച്ച് ദുഃഖിക്കുന്ന ദുഃഖമാ വലുത്. ദിവസം പറയുന്നു, ഞാൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അനുതപിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് എന്ത് പറഞ്ഞു? അതുകൊണ്ട് ദൈവം വലിയൊരു ഡിസിഷൻ എടുക്കുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. ദൈവം ഗൗരവത്തിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. എന്താണ്? ഞാൻ ഭൂമിയിൽ സൃഷ്ടിച്ച മൃഗങ്ങളെയും മനുഷ്യനെയും ഇഴജാതികളെയും ആകാശത്തിലെ പക്ഷികളെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ഓർത്തോണം, എട്ടും പൊട്ടും തിരിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത പ്രപഞ്ചത്തെ കൂടെ, പ്രപഞ്ചത്തിലുള്ള ഇഴജാതികളെ, മൃഗങ്ങളെ, പക്ഷികളെ മുഴുവനും ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഭയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു കയറിയ ഒരു കൊറോണ, കണ്ടുകൊണ്ട് കാണാത്തൊരു വൈറസ് ലോകത്തെ മൊത്തം എന്ത് ചെയ്തു? തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ദോഹയിൽ കൺവെൻഷൻ വന്നിട്ട് അവിടുന്ന് തിരിച്ചു കയറി നാട്ടിൽ വന്നു. ഒരാഴ്ചക്കകത്ത്
എല്ലാം ക്ലോസ് ചെയ്തു. എത്രയോ പേരോടെ പെട്ടുപോയി. എന്തുകൊണ്ടാണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാമോ? ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ദൈവത്തെ മറന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ സയൻസ് വളർന്നിട്ട് ശാസ്ത്രം അഹങ്കരിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വൈദ്യശാസ്ത്രത്തിന് എന്തും നേടാമെന്ന് പറഞ്ഞ് ദൈവത്തെ മറന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ദൈവദാസന്മാർ അഹങ്കരിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വചനത്തെ വിട്ടും ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ പേരിൽ ഇറങ്ങിത്തിരിച്ചവർ തെരുവിൽ അടികൂടിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ഒരു 7 മാസം മുമ്പ് ഓർത്തേ, ഒരു കസേരയ്ക്ക് വേണ്ടി, ഒരു അധികാരത്തിനു വേണ്ടി വചനത്തെ വിറ്റ് മദ്യം കൊടുത്ത് കൈക്കൂലി കൊടുത്ത ആത്മീക ലോകം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ആത്മീക ലോകത്തിൽ അഭിനയ ചക്രവർത്തിമാർ ജനിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്താ സംഭവിച്ചത്? നമ്മുടെയൊക്കെ നാടുകളില് ചില സ്ഥാപനങ്ങളിൽ അനധികൃതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു, പ്രവർത്തനങ്ങൾ നടക്കുന്നു അറിയുമ്പോൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് പോലീസിനെ വിട്ട് അതിന്റെ അധികാരികളെ വിട്ടിട്ട് വന്നവര് സീൽ ചെയ്ത് താഴിട്ട് പൂട്ടി താക്കോല് കൊണ്ട് അവർ പോകും. ഞാനൊരു പ്രവചനം പറയാം. ഭൂമിയിൽ ഇത്രയും മ്ലേച്ഛത പെരുകിയപ്പോ തമ്പുരാൻ ഭൂമിയെ താഴിട്ട് പൂട്ടി താക്കോലും കൊണ്ട് തമ്പുരാൻ പോയതാ. സ്വതന്ത്രം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. തമ്പുരാൻ താഴിട്ട് പൂട്ടിക്കൊണ്ട് പോയതാ. ഞാന് കൊറോണ വന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഒരുപാട് പേരോട് സരളമായിട്ട്, കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം ഞാനെങ്കിൽ വ്യാഖ്യാനിച്ചു, കുറെ പേർക്ക് ഓണമാണ്. മനസ്സിലായി? കുറെ പേർക്ക് ഓണമാണ്. നമ്മൾ പറയത്തില്ല നിനക്ക് ഓണമാണ്. കുറെ പേർക്ക് ഓണമാ. ദൈവദാസന്മാരെ മറക്കല്ലേ, വചനത്തെ വിറ്റ, കസേരയുടെ പുറകെ പോയ, ദൈവവനം ആദായ സൂത്രമാക്കിയ ഇതുപോലെ കാലഘട്ടത്തെ ദൈവത്തിന്റെ ഹൃദയം പിടച്ചു. ദൈവം ഇതിനെ കൂട്ടിക്കൊണ്ട് പോയേക്കുക. ഇത് എപ്പോ തുറക്കണമെന്ന് തമ്പുരാൻ തീരുമാനിക്കും. സ്വതന്ത്രം പറയാൻ പറ്റുമോ? എന്താ സ്വതന്ത്രം? ഇത് എപ്പോ തുറക്കണമെന്ന് ട്രംപ് വിചാരിച്ചാൽ നടക്കത്തില്ല, ഇന്ത്യയിലെ മോദി വിചാരിച്ചാൽ നടക്കത്തില്ല, എബിഎച്ച്എം വിചാരിച്ചാൽ നടക്കത്തില്ല. തമ്പുരാൻ തീരുമാനിക്കും. ഒന്നുകൂടെ അടുത്ത് ഞാൻ പറയാം. ദൈവം ഭൂമിയെ, ദൈവം പ്രപഞ്ചത്തെ, ദൈവം ആത്മീയ സഭയെ ദൈവം പുതുക്കി പണിതുകൊണ്ട് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഭൂമിയിലെ ജീവശ്വാസമുള്ള സകലതിനെയും കൊന്നുകളയുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ ആഴം അവിടേക്ക് ഞാൻ ഇതുവരെ പറഞ്ഞില്ല, എന്റെ ഫൗണ്ടേഷനാണ്. എന്നാൽ നോഹയ്ക്ക് മാത്രം, സ്തോത്രം, ആ പദമാ എന്നെ ഹോണ്ട് ചെയ്തത്. എന്നാൽ നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഒന്ന് പറയാമോ? നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ 7 വാക്യങ്ങളെയും 8ാം വാക്യത്തിലേക്ക് കണക്ട് ചെയ്തൊരു പദമാണ് എന്നാൽ, ബട്ട്സ് എന്നൊരു പദം. എന്നാൽ നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമ്മുടെ മലയാളത്തിൽ ഇത് കൃപയെന്ന് വായിക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നോഹയ്ക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ന് രാത്രി മറക്കല്ലേ, ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് നോഹ ദൈവത്തിന്റെ ഫേവർ കണ്ടെത്തിയെന്ന്. നിങ്ങളുടെ വളരെ ഗൗരവത്തോടെ എന്റെ കൂടെ വരണമേ. ഇവിടെ കൃപയും പ്രസാദവും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. ഗ്രേസ് ആൻഡ് ഫേവർ. കൃപ അർഹതയില്ലാത്ത ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ പാസ്റ്റർ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ഞാൻ അവിടെ കൺവെൻഷൻ വന്ന ഫസ്റ്റ് ഡേയിൽ അത് പ്രസംഗിച്ചായിരുന്നു. പൗലോസിന്റെ മേൽ ദൈവം പകർന്ന കൃപ. ഓർമ്മയുണ്ടെന്ന് എന്റെ വിശ്വാസം. മുള്ളിനെ കുറിച്ച് പ്രസംഗിച്ചു. ഓർക്കുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. കൃപ എന്ന വാക്ക്, പ്രസാദം എന്ന വാക്ക്, ഇത് രണ്ടാണ്. കൃപ അർഹതയില്ലാത്തൊരുത്തന്റെ മേൽ വന്നു വീഴുന്ന ദൈവത്തിന്റെ ദാനമാണെങ്കിൽ പ്രസാദം അങ്ങനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യത്തില് ഗബ്രിയേൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പിന്നെ വായിച്ചാൽ മതി, ഞാനത് പറയാം. ആയിരക്കണക്കിന് യഹൂദ സ്ത്രീയുടെ സന്തതിയായ ഒരു പുരുഷൻ, ഒരു മകൻ ജനിക്കുമെന്നും അവൻ പിശാചിന്റെ തല തകർക്കുമെന്നും ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം തമ്പുരാൻ പിശാചിന്റെ മുഖത്ത് നോക്കി യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനം ഉയരത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഉദരത്തിൽ പേറുന്ന ആ വലിയ ഭാഗ്യത്തിന് വേണ്ടി
ഏദൻ തോട്ടത്തിൽ വെച്ച് പ്രവചിച്ച പ്രവചനത്തെ ഉദരത്തിൽ ഉൾക്കൊള്ളാൻ ആയിരക്കണക്കിന് യഹൂദ നാട്ടിലെ കന്യകമാർ കാത്തിരുന്നു. പക്ഷേ ഒരു യഹൂദ നാട്ടിലെ ഒരു പാവപ്പെട്ട കുടിലിനകത്ത് വളർന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ കടന്നു എന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇവിടെ ഈ കൃപ എന്ന് പറയുന്ന മലയാളം നമ്മൾ വായിക്കുമ്പോ അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് യു ആർ ഹൈലി ഫേവേർഡ് എന്ന, ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്നാലേ അർത്ഥം, ഇവിടെ ആയിരക്കണക്കിന് കന്യകമാർ യേശുവിനെ ഉദരത്തിൽ പേറുവാൻ വഹിക്കുവാൻ കൊതിച്ച് പ്രാർത്ഥിച്ചെങ്കിലും അതിനുള്ള സെലക്ഷൻ വന്നു വീണത് മറിയത്തിനാണ്. സ്തോത്രം. അതിന്റെ പ്രസാദം ലഭിച്ചത് മറിയത്തിനാണ്. ഇന്ന് രാത്രിയിൽ കൃപ അർഹതയില്ലാതെ പകരപ്പെടുന്നതാണെങ്കിൽ, പ്രസാദം പ്രിയപ്പെട്ടവരെ അർഹതയില്ലാതെ പകരപ്പെടുന്ന ദൈവത്തിന്റെ ദാനമല്ല, മറിച്ച് നിന്റെ ജീവിതം ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവനിൽ നിന്ന് ഒഴുകുന്ന ദൈവീക വെളിച്ചത്തിനകത്ത് നിന്റെ ജീവിതത്തെ പ്രകാശമാക്കി, നിന്റെ ജീവിതത്തിനകത്ത് ക്രിസ്തു ഉണ്ടെന്ന്, ദൈവമുണ്ടെന്ന് തെളിയിക്കപ്പെടുമ്പോൾ നിന്റെ ജീവിതം കണ്ട് നിന്റെ ജീവിതത്തോട് ദൈവത്തിന് തോന്നുന്ന താല്പര്യത്തിന്റെ പിന്നിൽ ദൈവത്തിന് നിന്നോട് തോന്നുന്ന ഇഷ്ടത്തിന്റെ പേരാണ് ദൈവപ്രസാദം. സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാത്രിയിൽ ദൈവം മോശയെ വിളിക്കുമ്പോൾ, ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ, ദൈവം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ആയിരക്കണക്കിന് ദൈവദാസിദാസന്മാരെ വിളിക്കുമ്പോൾ അവരിൽ പലർക്കും ഈ പ്രസാദം ലഭിച്ചു. ഇന്ന് രാത്രിയിൽ പ്രസാദം എങ്ങനെ ലഭിക്കും? പ്രിയപ്പെട്ടവരെ, മീശ എടുത്തുകൊണ്ടൊന്നും പ്രസാദം കിട്ടത്തില്ല, പള്ളി വിട്ടോണ്ടൊന്നും പ്രസാദം കിട്ടത്തില്ല, അച്ഛാ ഉപ്പായി ഊരിട്ടൊന്നും പ്രസാദം കിട്ടത്തില്ല. പ്രസാദം കിട്ടണമെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിക്കണം. സഭയുടെ മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിലല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുമ്പാകെ തെളിയിച്ചു കാണിക്കണം. എന്താ? ദൈവമേ നിന്റെ ഹൃദയത്തിനകത്ത് കയറിപ്പച്ച എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കുകയാണെന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നവന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം വന്ന് വീഴും. എനിക്കിത് രാത്രിയിൽ പറയാനുള്ള ചിന്തകളിലേക്ക് ഞാൻ ഓടി വരികയാണ്. വല്ലാത്തൊരു കാലഘട്ടത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുമ്പോ മറന്നു പോകില്ലേ, ഈ വല്ലാത്തൊരു കാലഘട്ടത്തിൽ ആരുടെയൊക്കെയോ മേൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുവാൻ ദൈവം കൊതിക്കുന്നു. തലമുടി നരച്ചതോ, സാമ്പത്തിക ഭദ്രതയില്ലായ്മയോ, കടഭാരത്തിന്റെ ബാഹുല്യമോ, ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങളുടെ കൂമ്പാരമൊന്നും ഇതിന് വിഷയമല്ല. ഇന്ന് പകൽ കർത്താവിന്റെ ട്രാക്കിലോട്ടൊന്ന് കയറി നിൽക്കാൻ നിങ്ങളത് തീരുമാനിച്ചു നോക്ക്. തീർച്ചയായും ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വന്നു വീഴും. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്നത്, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ. ചേർന്ന് പാടാം. നന്മയും പൂർണ്ണ എന്തെന്നു ഞാനറിയുവാൻ, എൻ മാനം പുതുക്കി വാണിടുന്നേ നിത്യം, എൻ മാനം പുതുക്കി വാണിടുന്നേ നിത്യം, നിന്യമാണെനിക്ക് യോഗലാവണ്യം, നിന്യമാണെനിക്ക് യോഗലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം. ചേർന്ന് പാടാ.
എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണേ. കേട്ടോ, പറയുക ശ്രദ്ധിച്ചോ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതം എന്തെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നറിയാമോ? ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവരുടെ ലിസ്റ്റിൽ നമ്മൾ കയറി പറ്റുന്നതാണ്. ഇന്ന് രാത്രി നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒരു ജോലിയേക്കാൾ, ആഗ്രഹിക്കേണ്ടത് കോടികളുടെ സമ്പത്തിനേക്കാൾ, ആഗ്രഹിക്കേണ്ടത് വലിയൊരു കസേരയുടെ പദവിയേക്കാൾ ദൈവത്തിന്റെ പ്രസാദം ഇന്ന് രാത്രിയിൽ ലഭിക്കപ്പെടേണ്ടതിനായി എന്റെ കൂടപ്പറപ്പുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തൊഴുതു പറയുന്നു. ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദിവസം പറയുന്നു, ഭൂമിയെ മുഴുവനും ദൈവം നശിപ്പിച്ചു കളയാൻ തീരുമാനിക്കുമ്പോൾ, ജീവശ്വാസമുള്ള സകലതിനെയും ജലപ്രളയം കൊണ്ട് കൊന്നുകളയാൻ ദൈവം തീരുമാനിക്കുമ്പോൾ, നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഭൂമിയിൽ കൊന്നുകളയാനുള്ള മുഴുവൻ ചാർട്ടും ദൈവം ഇട്ടു, ദൈവം മുഴുവൻ ലിസ്റ്റും ഇട്ടു. പക്ഷേ ആ ലിസ്റ്റിൽ കയറി പറ്റാത്ത ഒരുവനുണ്ടായിരുന്നു. അവന്റെ പേരാണ് നോഹ. ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ വലിയ ലിസ്റ്റിൽ പെട്ടുപോകാതെ ദൈവം മാറ്റി നിർത്തിയ ഒരുവനുണ്ടായിരുന്നു. അവന്റെ പേരാണ് നോഹ. രാത്രി എന്റെ പ്രാർത്ഥന, കർത്താവിന്റെ വരവ് താമസിച്ചാൽ, ഈ കൊറോണ അവസാനിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഈ ലോകത്തിൽ വെളിപ്പെടും. നമ്മൾ ചിന്തിക്കാത്ത ദൈവപ്രവൃത്തികൾ ഈ ലോകത്തിൽ വെളിപ്പെടും. നമ്മൾ അറിയാത്ത പല കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു കൺഫ്യൂഷനാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നാടകം ഭയങ്കര ഇഷ്ടമായിരുന്നു. നാടകം ഞങ്ങളുടെ ഇവിടെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നാടകങ്ങൾ വരുമ്പോൾ ഞാൻ അമ്പലങ്ങളിൽ വരെ നാടകം കാണാൻ പോയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഭയങ്കര ഇഷ്ടം. അതുപോലെ എനിക്ക് ഫിലിം ഭയങ്കര ഇഷ്ടമായിരുന്നു, സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിനൊക്കെ മുമ്പ് എത്രയോ പ്രാവശ്യം തിയേറ്ററുകളിൽ പോയി പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, ഈ തിയേറ്ററിൽ പോയി പടം കണ്ടവർക്ക് അറിയാം, നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾ ആരും ഫിലിമും കണ്ടിട്ടില്ല, നാടകം കണ്ട് എന്തൊരു വിശുദ്ധര ഭാഷ ഇവരുടെയൊക്കെ മുഖം കണ്ടോന്ന് ഓർത്ത് നോക്കി. കർത്താവ് ഇപ്പം വന്നാൽ ഇപ്പം തന്നെ അവർ പോകുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ ഒന്നും അത്രയും വിശുദ്ധിയിലൊന്നും വളർന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു, എനിക്ക് ആ ഇരിപ്പ് കാണുമ്പോൾ എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിന് ധ്വനി കേൾക്കാറായി, മേഘയെ ധ്വനി മുഴങ്ങും, ദൂതരാർത്ഥം. ഞാനിപ്പോ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, എനിക്കറിയാം. സോറി കേട്ടോ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അത്രയൊന്നും ആയിട്ട്, ഞാൻ ഫിലിമൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, നാടകം കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, കർത്താവിനെ സ്വന്തമാക്കുന്നതിന് മുമ്പ്. അപ്പോ ഞാൻ ആ സമയങ്ങളിൽ എന്നെ ഞാൻ ചിന്തിച്ച ആ കാലഘട്ടങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടാനായിട്ട് ഇടയായി. മറ്റൊന്നുമല്ല, ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയിരുമ്പോൾ പടമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഭയങ്കര കോമഡിയും ഭയങ്കര രസമുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാവുന്നത് എന്തുവായി സംഭവിക്കുന്നത്. നമുക്ക് ഈ കഥയുടെ ഒരു എത്തുപിടിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മുടെ ഈ കൊറോണ വന്നിട്ട് 7 മാസം കഴിഞ്ഞ് നമുക്ക് തന്നെ ചിലരൊക്കെ മോൻ കാണുമ്പോൾ പറയും യാതൊരു എത്തുപിടി, അവർക്ക് അവരെ കുറിച്ച് പോലും ഒരു ഐഡിയ ഇല്ല. പിന്നെ എങ്ങനെ കൊറോണയെ കുറിച്ച് ഐഡിയ വരുന്നത്? അവർക്ക് നമുക്ക് ചിലരൊക്കെ ഫേസ് ചെയ്യാൻ നോക്കുമ്പം അവർക്ക് അവരെ കുറിച്ച് പോലും മനസ്സിലാവുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഫിലിമൊക്കെ കണ്ടൊരു ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറെ പേര് കോമഡി കാണിക്കും, നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ എന്റെ പകുതിയാകുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എഴുതി കാണിക്കും ഇന്റർവെൽ എന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പോലെ ഹാവ് എ ഷോർട്ട് ബ്രേക്ക് എഴുതി കാണിക്കും. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്തറിയാം, ചാടി പുറത്തിറങ്ങും. അപ്പൊ പുറത്തിറങ്ങി സിനിമാ കൊട്ടകയുടെ പുറത്ത് ഭാഷയ്ക്ക് അറിയായിരിക്കും, ഈ അതിനോട് ചേർന്ന് കൊച്ചു കടകളുണ്ട് അതിനകത്ത് തന്നെ. അവിടെ നിന്ന് കപ്പലണ്ടി കടല മേടിക്കാൻ കിട്ടും, കടല, ഈ കുമ്പിളി കടല കിട്ടും. ഈ കടല മേടിച്ച് കുറച്ചുകൊണ്ട് നിൽക്കും, കുറച്ച് ടോയ്ലറ്റേക്ക് ഒന്ന് ഫ്രഷ് ആയി നിൽക്കും. പെട്ടെന്ന് 5-10 മിനിറ്റുള്ളിൽ പെട്ടെന്ന് വീണ്ടും ബെല്ലടിക്കുന്ന കേൾക്കും. അയ്യോ, അപ്പോഴേ ചാടി അകത്ത് കയറും. ചാടി അകത്ത് കയറി സീറ്റ് ഇരിക്കുമ്പോൾ വീണ്ടും ലൈറ്റ് എല്ലാം അണയും. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതുവരെ ഇഴഞ്ഞു നീങ്ങിയെന്നും തമാശയുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോയ ആ ചിത്രം അല്ലെങ്കിൽ ആ ഫിലിം അല്ലെങ്കിൽ ആ നാടകം പിന്നെ
ആ രീതി അങ്ങ് മാറുകയാണ്. പിന്നെ ആ ഫിലിം ഗൗരവത്തിലേക്ക് കയറും. എന്താ കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതിനോട് കർത്താവ് ദിവസം സംസാരിച്ച ഉദാഹരണം പറഞ്ഞു. കാരണം നിങ്ങൾ 2.5 മണിക്കൂർ രസിപ്പിച്ച് വിടുക അല്ല അവരുടെ ഉദ്ദേശം. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കാലങ്ങളിലെ നല്ല ഡയറക്ഷന്മാരുടെ കാര്യം പറഞ്ഞു. അവരെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, സ്തോത്രം മറക്കല്ലേ, ഭൂമിയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ഒരുവനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഒരുവനുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. പ്രിയപ്പെട്ടവര് മറക്കല്ലേ, ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അത് എവിടെ അവസാനിക്കണം, എങ്ങനെ അവസാനിക്കണം, അതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അത് എഴുതിയ ഒരാളുണ്ട്. അതിലേക്ക് ആ ഫിലിം അല്ലെങ്കിൽ ആ നാടകം നീങ്ങിയേ പറ്റൂ. കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ ശ്വാസം അടക്കിയൊക്കെ അവിടെ ഇരിക്കും. പക്ഷെ അപ്പോഴും രംഗം മുറുകുന്ന കാണാം. മറക്കല്ലേ, ഞാൻ ആത്മാവിൽ രാത്രി ഒരു പ്രവചന ശബ്ദം പറയാം. ഈ ഭൂമിയുടെ മനുഷ്യന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ദൈവം ഗൗരവത്തിലേക്ക് നീങ്ങുകയാണ്. സ്തോത്രം. ദൈവം വളരെ സീരിയസ് ആവുകയാണ്. കാരണം ദൈവം ഈ ഭൂമിയിൽ വന്നത്, തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത്, 33 തിരുവയസ്സ് പാപം ചെയ്യാതെ ജീവിച്ചത്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കുരിശിൽ മരിച്ചത് നമ്മൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണാനല്ല. ആത്മീക ലോകം കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായം, ഈ വഷളത്തരം കാണാനല്ല. താൻ കടന്നുപോയത് സ്വർഗത്തിൽ തന്റെ മണവാട്ടിക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മണിയറയിലേക്ക് തന്റെ കാന്തയെ കൊണ്ടുപോകാനാണ് ദൈവസഭയെ ദൈവം ഒരുക്കുന്നത്. പ്രിയപ്പെട്ട, അതുകൊണ്ട് നമ്മൾ അന്ത്യനാളിൽ വന്നു നിൽക്കുക എന്നല്ല പറയാം, അന്ത്യ മിനിറ്റുകളിൽ നമ്മൾ വന്നു നിൽക്കുകയാണ്. രംഗം മുറുകുകയാണ്, അന്തരീക്ഷം മാറുകയാണ്. ദൈവം തന്റെ സഭയുടെ, ദൈവം തന്റെ കാന്തയുടെ പ്രവൃത്തികൾ ഗൗരവത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനിടയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ഇന്ന് രാത്രിയിൽ നിനക്കൊരു ക്ഷണമുണ്ട്. ഇന്ന് രാത്രിയിൽ നിനക്കൊരു ക്ഷണമുണ്ട്. പ്രിയപ്പെട്ട, ഇന്ന് രാത്രിയിൽ നിനക്കൊരു ക്ഷണമുണ്ട്. മറ്റൊരു പോംവഴിയും അതിനില്ല. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത്, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നീ കയറി പറ്റിയേ പറ്റൂ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നീ കയറിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് പ്ലീസ്. കേൾക്കാമോ? കേൾക്കാം. സോറി. പ്രിയപ്പെട്ടവരെ, ലോകം അതിന്റെ ഗൗരവത്തിലേക്ക് പോവുകയാണ്. ദൈവം നമ്മളെ തന്റെ സഭയുടെ ഉദ്ദേശം എന്തോ ആ ഉദ്ദേശത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ നമ്മുടെ ഒരു അഭിനയങ്ങൾക്കും നമ്മുടെ ഒരു കോമാളിത്തരത്തിനും ഇനി പ്രസക്തിയില്ല. ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവർക്ക് മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, അങ്ങയുടെ പ്രസാദം ലഭിച്ചവരുടെ നിരയിൽ, അങ്ങയുടെ വചനം അനുസരിച്ചവരുടെ നിരയിൽ കർത്താവേ എന്നെ കൊണ്ടുപോകണമേ എന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്,
ഹല്ലേലൂയ. വേദവസ്തം പറയുന്നു, മൂക്കിൽ ജീവശ്വാസമുള്ള സകലതിനെയും ദൈവം കൊന്നുകളയാൻ തീരുമാനിക്കുമ്പോൾ, സകലതിനെയും നശിപ്പിച്ചു കളയാൻ ദൈവം തീരുമാനിക്കുമ്പോൾ നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു. ഒന്ന് കരമുയർത്തി കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചെന്നറിയാമോ? അതിന്റെ അടുത്ത വാക്യങ്ങളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, പാസ്റ്റർ ഒന്ന് വായിക്കാമോ? പാസ്റ്റർ പ്ലീസ് ഒന്ന് വായിക്കാമോ? ആ വാക്യം ഒന്ന് വായിക്കാമോ? 6 നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ശേം, ഹാം, യാഫേത്ത് എന്ന് 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. മതി പാസ്റ്റർ, താങ്ക് യു. എന്താണ് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാനുള്ള കാരണം? ആ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിൽ 2 നോഹ നിഷ്കളങ്കനായിരുന്നു. എനിക്കത് വിവരിക്കാൻ പറ്റുന്നില്ല. ആ തലമുറയിൽ നോഹ ദൈവത്തിന്റെ കൂടെ നടന്നവനായിരുന്നു. ഇവിടെ മറക്കല്ലേ, വഷളത്വം ബോധിച്ചത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, അശുദ്ധിയുടെ അത്യുച്ഛ കോടിയിൽ ദൈവത്തെ വിട്ട് ജനം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയെ മൊത്തം അരിച്ചു പറക്കി പരിശോധിക്കുമ്പോൾ ഒരുത്തൻ വേറിട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. ഒരുത്തൻ വേറിട്ട ശബ്ദമായി നിൽക്കുന്നു. ഒരുത്തൻ ദൈവത്തിന്റെ എക്സെപ്ഷൻ ലഭിച്ചവനായി നിൽക്കുന്നു. അവന്റെ പേരാണ് നോഹ. ഈ തലമുറയിൽ നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് ഒഴുക്കിന്റെ കൂടെ ഒഴുകിപ്പോകാനല്ല, പാപത്തിന്റെ കൂടെ സഞ്ചരിക്കാനല്ല, വേറിട്ടവനായി നിൽക്കാൻ, വ്യത്യസ്തനായി നിൽക്കാൻ. കത്തോലിക്ക ബൈബിളിൽ ആ പദം പറയുന്നതെന്നറിയാമോ? നോഹിയ തലമുറയിൽ, നീതിമാൻ എന്ന പദത്തിന് കത്തോലിക്ക ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മലയാളം ഇങ്ങനെ അറിയാമോ? നോഹിയ തലമുറയിൽ കറയറ്റ മനുഷ്യനായിരുന്നു എന്നാ. ഇന്ന് രാത്രിയിൽ കോടികൾ സമ്പാദിച്ച് കൊട്ടാര തുല്യമായൊരു വീട്ടിൽ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട് ആമേൻ ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ പ്രിയപ്പെട്ടവരെ പ്രാഗൽഭ്യത്തോടെ ഒരു കുടിലിനകത്ത് ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നത്? പണമല്ല പ്രിയപ്പെട്ടവരെ, അധികാരമല്ല പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ കറയറ്റ മനുഷ്യരെ ദൈവത്തിന് വേണം. സത്യത്തിനു വേണ്ടി എന്തൊക്കെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇടം വലം നീതി നഷ്ടപ്പെടാതിരിക്കാൻ കോംപ്രമൈസുകൾക്ക് തയ്യാറാകാത്തൊരു തലമുറ വേണം ദൈവത്തിന്. പണത്തിന്റെ മുമ്പിൽ, പാപത്തിന്റെ മുമ്പിൽ, പ്രശസ്തിയുടെ മുമ്പിൽ, അധികാരത്തിന്റെ മുമ്പിൽ വേറിട്ട ശബ്ദമായി നിൽക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു ബ്രദർ. എനിക്കറിയില്ല കർത്താവ് ആരോടൊക്കെയോ ഇന്ന് രാത്രി സംസാരിക്കുന്നു. നീ വേറിട്ടവനാകണം. ധരിച്ച വസ്ത്രത്തിന്റെ വേർപാട് മാത്രമല്ല, ഊരിയ ആഭരണത്തിന്റെ വേർപാട് മാത്രമല്ല, പറയുന്ന അന്യഭാഷയുടെ ആഴങ്ങളിൽ വെളിപ്പെടുന്ന വേർപാട് മാത്രമല്ല, നിന്റെ ജീവിതം കൊണ്ട് നിന്നെ കുറിച്ച് ദൈവം പറയണം, ഈ തലമുറയിൽ ഇവൻ കറയറ്റ മനുഷ്യൻ, നീതിമാൻ. നിനക്ക് അർഹതയില്ലാത്തതൊന്നും നിന്റെ പേഴ്സിൽ വരരുത്. ദൈവത്തിന് നിരക്കാത്തതൊന്നും നിന്റെ ഭവനത്തിൽ കാണരുത്. ദൈവഹിതമില്ലാത്തതൊന്നും നിന്റെ മൊബൈലുകളിൽ കാണരുത്. നിന്റെ ഭർത്താവ് അറിയാത്തത്, നിന്റെ ഭാര്യ അറിയാത്തത് നിന്റെ ജീവിതത്തിലൊന്നും കാണരുത്. നിന്റെ മൊബൈലിന്റെ പാസ്വേഡ് നിന്റെ ഭാര്യയ്ക്ക് അറിയണം. നിന്റെ ഭാര്യയുടെ മൊബൈലിന്റെ പാസ്വേഡ് നിനക്കറിയാമായിരിക്കണം. ഞാനൊരു വചനം പറയുമ്പോൾ എന്റെ ഭാര്യ ഇവിടെ അടുത്തിരിപ്പുണ്ട്. എന്റെ വൈഫിനും എനിക്കും ഒറ്റ പാസ്വേഡാണ് ഞങ്ങൾ രണ്ടുപേരുടെ മൊബൈലിന്. എന്റെ മൊബൈലിൽ അതേ പാസ്വേഡാണ് എന്റെ വൈഫിന്റെ പാസ്വേഡും.
ഒരാഴ്ച നിങ്ങളുടെ മൊബൈല് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ, ഒരാഴ്ച ഭാര്യയുടെ മൊബൈൽ ഭർത്താവിനെ കൊടുക്കാൻ ധൈര്യമുണ്ടോ? കറയറ്റ മനുഷ്യനാകാമോ? എന്തായാലും സ്വതന്ത്രം പറയാത്തെ? നമ്മളൊക്കെ ആത്മീക ശക്തിയുടെ അത്യുച്ച കൊടി നിൽക്കുന്നവരാണ്. മൊത്തം എണ്ണത്തെ കൊന്നുകളെ തമ്പുരാൻ തീരുമാനം എടുക്കുമ്പോ അതേ നിൽക്കുന്ന ഒരുത്തൻ വേറിട്ടവനായി ബോധിച്ചതിന്റെ പുറകെ പോകുന്ന ഒരു തലമുറയിൽ ഒരുത്തൻ തല ഉയർത്തി നിൽക്കുകയാ, ഒരു വടവൃക്ഷം പോലെ ഒറ്റയന്മതിക്കുകയാ. കറയറ്റ മനുഷ്യൻ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാത്തവൻ, ദൈവത്തിന്റെ മഹത്വത്തെ തൊട്ടു കളിക്കാത്തവൻ. ഹല്ലേലൂയ! കർത്താവിന്റെ ഭയങ്കര സാന്നിധ്യം ഞാൻ അറിയുന്നു. ദൈവമേ, നോഹേ, എന്തുകൊണ്ട് നിനക്ക് പ്രസാദം കിട്ടി? കറയറ്റ മനുഷ്യന്റെ മേൽ പ്രസാദം വരും. ദൈവത്തിന്റെ ട്രാക്കിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാത്തവന്റെ മേൽ പ്രസാദം വരും. നിങ്ങൾ ഓർക്കണം, നമ്മളെ പോലെ ഇട്ടാവട്ടത് 100 പേരിരിക്കുന്ന അല്ലെങ്കിൽ 50 പേരിരിക്കുന്നതിനകത്തുള്ള ഒരു പുള്ളിയല്ല നോക്ക. ഭൂമി മൊത്തം, എന്റെ ഭാഷയെ പറഞ്ഞ അരിച്ച് പറക്കി പരിശോധിക്കുമ്പോ തമ്പുരാന് മാറ്റി നിർത്താൻ ഒരുത്തനെ കിട്ടിയെന്ന്. നോഹ നീതിമാനായിരുന്നു, നീതിമാൻ. ഞാൻ സമയത്തിന് ചുരുക്കം മൂലം ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യുക. നീതിമാൻ ആയാൽ പ്രസാദം കിട്ടും. നമ്പർ 2, അവൻ നിഷ്കളങ്കനായിരുന്നു. നിങ്ങൾ നിഷ്കളങ്കരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും നിഷ്കളങ്കരാണ്. ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് നിഷ്കളങ്കര വാസം. എനിക്ക് തോന്നുന്നു ഞാനേ ഉള്ളൂ അത്രയല്ലാത്ത. ഇനി നിങ്ങൾ നിഷ്കളങ്കരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരല്ലാത്തവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലയോ? ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങൾ നിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് നിഷ്കളങ്കർ ആരാ അല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സത്യം പറയാം, നമ്മളെയൊക്കെ ദൈവം തെരഞ്ഞെടുത്ത് നമ്മുടെ പാപങ്ങളൊക്കെ ദൈവം മറന്നു. നമ്മുടെ പാപങ്ങളൊക്കെ മറന്നുകൊണ്ട് മാത്രമൊന്നും അല്ല നമ്മൾ രക്ഷപ്പെട്ടെ. നമ്മുടെ പാപങ്ങളെ ദൈവം പലപ്പോഴും മറച്ചത് കൊണ്ടുകൂടാ. നമ്മളൊക്കെ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും കാണുമ്പോൾ എനിക്കറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ പഴയ ഇപ്പോഴാണല്ലോ, ഇപ്പം എല്ലാം കവറുപാല് കിട്ടുന്നൊരു കാലം, എല്ലാം റെഡിമെയ്ഡ് ആണല്ലോ. പണ്ടൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ നാട്, ഞാൻ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ ഈ പാൽ കച്ചവടമുള്ള വീടുകളുണ്ട്. പശുവിനെ വളർത്തി അതിന്റെ പാൽ കിട്ടുന്ന സ്ഥലമാണ്. നിങ്ങളാരും പശുവിനെ കേട്ടിട്ടില്ലേ? നിങ്ങളെ ഇരിപ്പ് കാണുന്ന എനിക്ക് തോന്നില്ല. കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു സ്വത്രമൊക്കെ ഒന്ന് പറ. എനിക്കത് ഖത്തറൊക്കെ പോയതിനു ശേഷം പശുവിനെ അറിയത്തില്ല, പാലും അറിയത്തില്ല. സ്വത്രം. അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഈ പാലൊക്കെ വിൽക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പാല് വിൽക്കുന്ന ഒരാൾക്ക് ഒരു പേരും കിടുക. കാരണം ആരുടെങ്കിലും പേര് പറഞ്ഞ് എന്റെ ഗതികേട്ടിന് ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്ന പിന്നെ അവരെന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ പേര് വിടുകയാണ്. ഞാനൊരു പേരിടുന്നു, ഇന്നന്നാച്ചൻ. പ്രശ്നം തോന്നല്ലോ. ചാക്കോയെന്നും അറിയാമോ, തോമസ് എന്നും അല്ല, ഇന്നന്നാച്ചൻ എന്നൊരച്ഛൻ. പുള്ളി എന്ത് ചെയ്തു? വീട്ടിലെ പശുവിനെ കറന്നിട്ട് ഒരു കുപ്പി പാലിനകത്ത് ഒരു കുപ്പി വെള്ളോടെ ചേർത്തു. മറന്നു പോകരുത്, ഒരു കുപ്പി പാല് ഒരു കുപ്പി വെള്ളോടെ ചേർത്തു. അപ്പൊ എത്ര കുപ്പിയായി? 2 കുപ്പി. ഈ 2 കുപ്പിയായിട്ട് വീടിനടുത്തുള്ള ദാമോദരന്റെ കടയില് പാല് കൊണ്ട് കൊടുക്കാൻ പോകും രാവിലെ. ചില അച്ഛന്മാർ അങ്ങനെ നമ്മുടെ നാട്ടില്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ചില അച്ഛന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, വീട്ടിൽ ഭാര്യ ഇട്ട് കൊടുക്കുന്ന ചായ ഇഷ്ടേ അല്ല. ഈ ദാമോദരന്റെ 10 പേരുടെ ആ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ മുക്കിക്കൊണ്ട് തരുന്ന അയാളുടെ കയ്യിലെ മൊത്തം വേർപ്പിടുക. അത് ഭയങ്കര സന്തോഷമല്ല നമുക്ക്. ചിലരൊക്കെ മുഖം മാറുന്നുണ്ട്, എനിക്ക് കാണാം. ആ 10 പേരിലൂടെ അയാളുടെ വേർപ്പും എന്തൊരു സന്തോഷം. ഭാര്യ നല്ല കപ്പി കൊണ്ട് കൊടുത്താ അത് വേണ്ട. അപ്പൊ അവിടെ കൊണ്ടു കൊടുത്തു. ഈ പാല് കൊണ്ടു കൊടുത്തിട്ട് ഇയാൾ പറയാ, ദാമോദരാ, വെള്ളം കുറച്ചൊരു ചായ തരണമെന്ന്. മറന്നുപോലെ, വെള്ളം കുറച്ചൊരു ചായ. 1 കുപ്പി പാലിൽ 1 കുപ്പി വെള്ളം ചേർത്തിട്ടാണ് ദാമോദരൻ കൊണ്ട് കൊടുത്തിട്ട് ദാമോദരൻ പറയാം, വെള്ളം കുറച്ചൊരു ചായ. ഈ പാവപ്പെട്ട ദാമോദരൻ വെള്ളം കുറച്ച ചായ അകത്തെടുക്കാൻ വന്നത് ഈ ചായ റെഡിയാക്കി കൊണ്ടുവരുന്ന ഇടയിൽ ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പിനിടയിൽ ഈ ദാമോദരന്റെ കടയുടെ ഫ്രണ്ടിലിട്ട് ഞാൻ വളഞ്ഞ ബെഞ്ചിലോട്ട് ഈ ഇന്നന്നാച്ചൻ നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ കിടന്ന പത്രം ഇങ്ങെടുത്തു. മനോരമ പത്രം കിടക്കുന്നു. അപ്പോൾ പത്രം എടുത്ത് ഇങ്ങനെ വായിക്കുമ്പം ഒരു ന്യൂസ് കണ്ടു. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ സ്വപ്ന മാത്രമല്ല മുഖ്യമന്ത്രിയും പങ്കാളിയാണെന്ന് കേസ് ഡയറിയിലുണ്ട്. അപ്പൊ ഇന്നനാച്ചന്റെ മറുപടി, കള്ളൻ. സ്വത്രം പറ, കള്ളൻ. മറക്കല്ലേ. സ്വപ്നയുടെ കൂടെ കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനും പങ്കുണ്ട്. കള്ളൻ.
ഇവരൊക്കെ ഭരിച്ച പിന്നെ എങ്ങനെയുള്ള കേരളത്തിൽ കൊറോണ വരാതിരിക്കുന്നത്? സ്വോത്രം പറയാൻ പറ്റുമെങ്കിൽ ഒരു സ്വോത്രം പറഞ്ഞു. ഒരു കുപ്പി പാലിൽ ഒരു കുപ്പി വെള്ളം ചേർത്താനായി പറയുന്നേ. ഇന്ന് തീരുമാനം, ഒരൊറ്റ ഒരുത്തനെതിരെ നീ വിരൽ ചൂണ്ടാൻ പാടില്ല. ഓർത്തോളം, ഞാൻ ഈ ഒരു വിരൽ നിങ്ങളെ ചൂണ്ടുമ്പം ഇങ്ങോട്ട് നോക്കിയേ, ഈ 3 വിരൽ എന്നെ തിരിച്ചു ചൂണ്ടുന്നുണ്ട്. ഉണ്ടോ? തീർന്നില്ല. ഈ വിരലിന്റെ പേര് അളിയൻ വിരലെന്നല്ല, അമ്മ വിരലെന്ന, അമ്മയും തള്ള വിരലെന്നാ പറയുന്നത്. അങ്ങനല്ലേ നിങ്ങളുടെ നാട്ടിലും? പത്രത്തിൽ അങ്ങല്ലേ പറയുന്നേ? ഈ വിരലിന് അളിയൻ വിരലെന്നല്ല, തള്ള വിരലെന്നാ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞാൽ പിന്നെ DNA ഒന്നും വേണ്ട. അതാ റോമർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുത്തനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കുപ്പി പാലിൽ ഒരു കുപ്പി വെള്ളം ചേർത്ത് അത് 2 കുപ്പി ആക്കിയിട്ട് വെള്ളം ചേർത്ത് ചായയും ചോദിച്ചിട്ട് പിണറായി വിജയനെ ക്രൂശിക്ക് മോർത്തി. ഇതല്ല നിഷ്കളങ്കൻ, അതല്ല നിഷ്കളങ്കൻ. ഓഫ്, നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ ഉരച്ചു നോക്കിയാൽ, നിന്നെ എവിടെ ഉരച്ചാലും, എന്റെ ഭാഷ പറഞ്ഞാൽ അകവും പുറവും ഇല്ലാത്ത മനുഷ്യനാണ് നിഷ്കളങ്കൻ. അകത്തുള്ളത് തന്നെ പുറത്തും, പുറത്തുള്ളത് തന്നെ അകത്തും. സ്വതന്ത്രം പറയാൻ പറ്റുമോ? അതാണ് നിഷ്കളങ്കൻ. അതാണ് നിഷ്കളങ്കൻ. മറക്കല്ലേ പ്രിയപ്പെട്ടവരെ, ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുമ്പോൾ ഒരു കറയറ്റ മനുഷ്യന് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു. 2, ഭൂമിയെ മുഴുവനും ജലപ്രളയം കൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോ നിഷ്കളങ്കതയുള്ള ഒരുത്തിന് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു. നിന്റെ വിളിയതാ. 3ാമത്തെ കൂടെ പറഞ്ഞ് ഞാൻ അതിന്റെ ആഴത്തിലേക്ക് ഒന്ന് അവസാനിപ്പിക്കാൻ പോകുക. 3ാമത്, നോഹയ്ക്ക് ദൈവത്തിന്റെ പ്രസാദം കിട്ടാൻ കാരണം അവൻ ദൈവത്തിന്റെ കൂടെ നടന്നവനാണ്. ബാക്കി മറക്കല്ലേ, ദൈവത്തിന്റെ കൂടെ നടന്നവനാണ്. ഹാനോക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൂടെ നടന്നത്, നോഹയും. ഈ വാക്യം വായിച്ചപ്പോ ഞാൻ പലപ്പോഴും പാസ് ചിരിക്കാറുണ്ട്. എന്നറിയാമോ? ഈ വാക്യം നമ്മുടെ പാസന്മാർക്ക് പ്രത്യേകിച്ച് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം. കാരണം നമുക്ക് ദൈവത്തിന്റെ കൂടെ നടക്കുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടം ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന എന്ന് പറയാൻ. നമ്മള് VIP, ദൈവം പ്രൈവറ്റ് സെക്രട്ടറി. മനസ്സിലായോ? നമ്മുടെ പല പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കർത്താവിനോട് കൽപ്പിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പൊ മാറ്റിക്കൂ. ദൈവം നമ്മുടെ സെർവന്റിനെ പോലെ നിർത്തുന്ന ഒരു കാലഘട്ടം ഞാൻ കണ്ട ഒരു മനുഷ്യനാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തിന്റെ കൂടെ നടന്നു. എപ്പോഴാ? മറക്കല്ലേ, ഭൂമിയിൽ വഷളത്വം പെരുകി ബോധിച്ചതിന്റെ പുറകെ അശുദ്ധിയുടെ അത്യുച്ച കോടി ലോകം മൊത്തം പോകുമ്പോഴും ഒരുവൻ മാത്രം ദൈവത്തിന്റെ കൂടെ. രാത്രി എന്റെ റിക്വസ്റ്റ് എന്നറിയാമോ? ഖത്തറിലെ സഭയെ വെറുതെ അല്ല ഇന്ന് രാത്രി EBHനെ കൊണ്ടുവന്നത്, വെറുതെ അല്ല ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയത്. ഈ ദൂത് കൈമാറാന് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ആരൊക്കെയോ, അഥവാ ദൈവത്തിന്റെ കൂടെ നടക്കാൻ ദൈവം കണ്ട ആരൊക്കെയോ, ദൈവത്തിന്റെ കൂടെ നടക്കാൻ മനസ്സുള്ള ആരൊക്കെയോ, ഇന്ന് രാത്രിയിൽ ഈ വചനത്തിനകത്ത് ദൈവം തിരയുകയാണ്. നിന്റെ തലമുടി നരച്ചു തുടങ്ങിക്കാണും, നിന്റെ കണ്ണ് കുടിഞ്ഞു തുടങ്ങിക്കാണും, അക്കൗണ്ടിലെ പണം തീർന്നു തുടങ്ങിക്കാണും. തലമുറയുടെ മുമ്പിൽ അടുത്ത ഭാവി എന്താകണമെന്നറിയാതെ പകച്ചുപോയി നിൽക്കുന്ന മണ്ഡലങ്ങൾ കാണും. ഒഴുകി വരുന്ന ദുരന്തങ്ങളെ താങ്ങാൻ നിന്റെ മനസ്സിനും ശരീരത്തിനും കെപ്പില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൂടെ നടക്കാൻ നീ തീരുമാനിച്ചു കഴിയുമ്പോൾ, ഒരു ദോശ തിരിച്ചിടുന്നത് പോലെ ഇന്ന് രാത്രി ദൈവം നിന്നെ തിരിച്ചിട്ട് എവിടെ തകർന്നോ, എവിടെ ഉലഞ്ഞോ, എവിടെ പതറിയോ അവിടെ നിന്ന് നിനക്കൊരു വിജയത്തിന്റെ മടക്കയാത്ര ഇന്ന് രാത്രി ദൈവം ഒരുക്കാൻ പോകുകയാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ദൈവത്തിന്റെ കൂടെ നടക്കാം, കറയറ്റ മനുഷ്യനാകാം. ഒരു ശിശുവിന്റെ നിഷ്കളങ്കതയ്ക്കകത്ത് നിന്റെ ജീവിതം ആടിത്തീർക്കാൻ നീ തീരുമാനമെടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ പോലും അറിയാത്ത സമയത്ത്
ദൈവത്തിന്റെ പ്രസാദം നിന്നെ തേടി വരും. കുറച്ചുകൂടെ ആത്മാവിൽ പ്രോഫസിയായി പ്രവചന ശബ്ദത്തിൽ ഞാൻ പറയട്ടെ, മറിയം അറിഞ്ഞില്ല, മറിയത്തിന് നേരത്തെ ഒരടയാളവും കിട്ടിയില്ല, മറിയം ചിന്തിച്ചത് പോലുമില്ല. പക്ഷേ മറിയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറിയം അറിയാത്ത സമയത്ത് സ്വർഗത്തിൽ അവളെ സെലക്ട് ചെയ്തു. ആ ദൂതുമായി ദൂതൻ അവിടെ അരികിലേക്ക് വന്നു. ഹല്ലേലൂയ. മനാസിയ, ഇന്ന് രാത്രി എന്നോട് കർത്താവ് പറയുന്ന വചനം കേൾക്കുന്ന ആരൊക്കെയോ ആരുടെയൊക്കെയോ മേൽ ദൈവത്തിന്റെ പ്രസാദം, എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്റെ ജീവിതം ഇന്ന് വചനം കേൾക്കുന്ന നിമിഷം വരെ അവൻ കീറി പറഞ്ഞു പോയ, മുഷിഞ്ഞു പോയ ഒരു വസ്ത്രത്തിന്റെ കഷണം പോലെ ആയിരുന്നെങ്കിൽ ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് അവൻ നിന്നെ തിരിച്ചിടുകയാ ദൈവം. ഒരധ്യായം തിരിച്ചിടുകയാ ദൈവം. ഒരു കൊറോണയിലും ഒന്നിലുമല്ല നിന്റെ അവസാനം. നിന്റെ അവസാനം ദൈവത്തില്ല. ഞാനതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ആ ഭാഗം. വഷളത്വം പ്രവർത്തിച്ച് ബോധിച്ചതിന്റെ പുറകെ അശുദ്ധിയുടെ മണ്ഡലത്തിൽ ജനം മൊത്തം പോകുമ്പോൾ നിന്നെ സല്യൂട്ട് ചെയ്യുന്നു. കാരണം കറയറ്റൊരു മനുഷ്യനായി, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, ദൈവത്തോട് കൂടുതൽ. അപ്പം പ്രിയപ്പെട്ട ഓർത്തണം, 1000 പേര് കൂടെ വേണമെന്നില്ല ആത്മീകത്തിൽ വളരാൻ. സഭയുടെ പിൻബലം ഇല്ലെന്ന് വേണമെന്നില്ല നിന്റെ വിശുദ്ധ ജീവിതം സൂക്ഷിക്കപ്പെടാൻ. നിന്നെ എല്ലാ ദിവസവും പാസ്റ്റർ വിളിക്കണമെന്നില്ല നിന്റെ ക്രിസ്ത്യ ജീവിതം താറുമാറാകാതിരിക്കാൻ. ഒരുത്തൻ മതി, നീ ഒറ്റയ്ക്ക് മതി. അകത്തു കത്തുന്നൊരു തീയും അണയാതിരിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ കരം പിടിക്കാൻ സ്വർഗം തുറന്ന് അവൻ വരും, തമ്പുരാൻ വരും, എന്റെ നസ്രയൻ വരും. നിന്നെ പൂർണ്ണമായും നസ്രത്തുകാരന് മനസ്സിലാകും. രാത്രിയിൽ എല്ലാം നശിച്ച് തീർത്തു കളയാൻ ദൈവം തീരുമാനിക്കുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു എന്ന ഭാഗത്തിന്റെ 3 ആഴങ്ങളാണ് ഞാൻ പറഞ്ഞത്. നീതിമാനും കറയറ്റവനും നിഷ്കളങ്കനും ദൈവത്തിന്റെ കൂടെ നടന്നവരും. ഒറ്റ വാക്കിൽ ഞാൻ ആത്മാവിന് ശബ്ദം കൈമാറുകയാണ്. എന്തുകൊണ്ട് നോഹയെ നിനക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു എന്നറിയാമോ? എല്ലാം നശിച്ചു പോകുന്ന, എല്ലാം നശിപ്പിക്കപ്പെടാൻ പോകുന്ന വഷളത്വത്തിന്റെ അത്തിച്ചകോടിയിൽ നിൽക്കുന്ന ഒരു ലോകത്തിന് മുമ്പിൽ എന്റെ ചിന്ത നോഹ ദൈവത്തിന് മുമ്പാകെ കരമുയർത്തി പറഞ്ഞു കാണും, ദൈവമേ, ഈ തലമുറയിൽ നിനക്കെന്നെ വിശ്വസിക്കാം. ഓ ഹല്ലേലൂയ. ഈ തലമുറയിൽ നിനക്ക് ഞാനുണ്ട്. ഈ തലമുറയിൽ ഒരു അവശേഷിപ്പോയി, ഒരു ദൈവത്തിന്റെ ശേഷിപ്പോയി, കറപുരളാത്ത കറയറ്റവനായി, നീതിമാനായി, നിഷ്കളങ്കനായി, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനായി ഞാനുണ്ട്. രാത്രിയിൽ ഖത്തറിൽ ഏജി സഭയെ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? ഇന്ന് രാത്രിയിൽ കൈ ഉയർത്തി പറയാം, കർത്താവെ, ഞാനുണ്ട് നിന്റെ കൂടെ നിൽക്കാനെന്ന്. കുറച്ചുകൂടെ കയറി പറഞ്ഞാൽ, കർത്താവ്, ഈ തലമുറയിൽ നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറയാൻ കരളിന് ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തി. ഏത് പാപത്തിന്റെ നടുവിലും, ഏത് തകർച്ചയുടെ നടുവിലും, ഏത് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന്റെ നടുവിലും നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറയുന്ന ഒരു കരമെങ്കിലും ഇന്ന് രാത്രിയിൽ ഉയരുന്നെങ്കിൽ, നിങ്ങളുടെ കരമല്ല ഉയരേണ്ടത്, ആ കരത്തിനകത്ത് നിങ്ങളുടെ ഹൃദയം കാണണം. ഓ ശബനസ്യ, രാത്രിയിൽ പറഞ്ഞു തുടങ്ങുക. നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ, ഇരിക്കുന്ന ഓഫീസിൽ, എവിടെ നിന്ന് എനിക്കറിയില്ല, ഇവിടെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക, ഈ തലമുറയിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം. ദൈവമേ, അങ്ങനെ എല്ലാവരെയും കൊല്ലാൻ വരട്ടെ, എല്ലാവരെയും നശിപ്പിച്ചു കളയാൻ വരട്ടെ, ഈ തലമുറയിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം. ഓ ഹല്ലേലൂയ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കർത്താവിന്റെ ഭയങ്കര സാന്നിധ്യം ഞാൻ അറിയുന്നു. ആ തലമുറയിൽ ഭൂമിയിൽ ഒരുവൻ ഒരു ശേഷിപ്പ്, ഒരുവൻ വേറിട്ടവനാ നിൽക്കുന്നു. അവന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം വന്നു വീണു. ഓ, അവന്റെ മേൽ ദൈവത്തിന്റെ സെലക്ഷൻ വന്നു വീണു.
അവന്റെ മേൽ ദൈവത്തിന്റെ നിയോഗം വന്നു വീണു. അവന്റെ മേൽ ദൈവത്തിന്റെ ക്ഷണം വന്നു വീണു. ദൈവം ക്ഷണക്കത്തെഴുതി. ദൈവം ഇൻവിറ്റേഷൻ ലെറ്റർ എഴുതി. ആരുടെ പേർക്ക്? ടു നോഹ, ഫ്രം ദൈവം. ഓ, ഇന്ന് രാത്രിയിൽ ചിലരുടെ ജീവിതത്തിന്റെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ, ചിലരുടെ ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിന്റെ ക്ഷണക്കത്തുകൾ വരുന്നുവെന്ന് ദൈവാത്മാവനോട് പറയുന്നു. ദൈവത്തിനെ ക്ഷണിക്കുന്നു. That means you are selected. You are selected. രാത്രിയിൽ നീ അതിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ പറ്റുമെങ്കിൽ, നിനക്ക് നാണം തോന്നുന്നു, നിന്റെ കൈയെടുത്ത് തലയിലോട്ട് വെച്ചിട്ട് പറ, കർത്താവ് ഞാൻ സെലക്റ്റഡ് ആയി എന്ന് പറ. ഞാൻ അതിലുണ്ടെന്ന് പറയാൻ ചങ്കുറപ്പുള്ളവർ ഇന്ന് രാത്രിയിൽ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കൈയെടുത്ത് പറയാറുണ്ട്, എന്തൊരു ജീവിതം, എന്തൊരു നരജന്മം, ഇതുപോലെ നശിച്ചൊരു ജന്മം. നോ, ഇന്ന് രാത്രി പറ, അല്ല, ഐ ആം സെലക്റ്റഡ്, ഐ ആം സെലക്റ്റഡ്, ഐ ആം സെലക്റ്റഡ്. പ്രായം വിഷയമല്ല, ജരാന്തര വിഷയമല്ല, ഡയബറ്റിക്കിന്റെ അക്കൗണ്ട് വിഷയമല്ല, കടഭാരം വിഷയമല്ല, ജപ്തി നോട്ടീസ് വിഷയമല്ല, കൊറോണ വിഷയമല്ല, രാജ്യത്തിന്റെ നിയമങ്ങൾ വിഷയമല്ല. നീ സെലക്റ്റഡ് ആണെങ്കിൽ ക്ഷണക്കത്ത് നിന്നെ തേടി വരും. ദൂതൻ വരും നിന്റെ അടുത്ത്. അങ്ങനെ ക്ഷണിച്ചവന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം വേണം. ഒരു ഭാഗം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോഹയ്ക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിച്ചപ്പോ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഭാവി പരിപാടിയുടെ രഹസ്യങ്ങൾ നോഹയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. എന്താ? പ്രളയം വരാൻ പോകുന്നുവെന്നും മനുഷ്യന്റെയും പ്രപഞ്ചത്തിലെയും ചിലരുടെ രക്ഷയ്ക്കായി പെട്ടകം പണിയണമെന്നും എന്റെ അരുളപ്പാട് പ്രസംഗിക്കണമെന്നും. ഓഹ്, അരുളപ്പാട് പറയുന്നവനായി, പെട്ടകം പണിയുന്നവനായി, ദൈവത്തിന്റെ രഹസ്യം പങ്കുവയ്ക്കുന്നവനായി നോഹയുടെ സ്ഥാനത്തെ ദൈവം ലിഫ്റ്റ് ചെയ്തു. ഞാനൊരു ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ നോഹയെ ഒന്നുകൂടെ സല്യൂട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ നോഹയുടെ കാലത്ത് ജലപ്രളയം വരുമ്പോ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അന്ന് വരെ ലോകത്തിൽ മഴ പെയ്തിട്ടേയില്ല. അതിന് പറയുന്നത് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി, അന്ന് ഭൂമി നനച്ചിരുന്ന പറഞ്ഞു, മഞ്ഞ് നനച്ചിരുന്ന പറഞ്ഞേക്കുന്നത്. പക്ഷെ നോഹയുടെ ദൈവം പറഞ്ഞു, ജലപ്രളയം വരാൻ പോകുന്നു, നമ്മുടെ പച്ചമലയാളം പറഞ്ഞ മഴ വരാൻ പോകുന്നു, നീ ഇത് പ്രസംഗിക്കണം, നിന്റെ കുടുംബത്തെ രക്ഷിക്കണം, പെട്ടെന്ന് തീർക്കണം. ഞാനായിരുന്നു ദൈവത്തിന്റെ സ്ഥാനത്തെങ്കിൽ കേട്ടവാസ്, ഞാന് ദൈവത്തോട് പറഞ്ഞേനെ, ദൈവമേ, പെട്ടകം ഒന്നല്ല, വേണേ 5-6 ഉണ്ടാകാം, പക്ഷെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്തുവാ? അത് ഈ നാട്ടുകാരെ എന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചേ, നമ്മളെ വലിയ സ്റ്റാൻഡേർഡ് ഉള്ളവരില്ലയോ നാട്ടുകാർ, ഈ പ്രളയം വരാൻ പോകുന്നു എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴേ നാട്ടുകാർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഈ മഴ എന്നാൽ എന്തെന്ന് ചോദിക്കും. അപ്പൊ അതിനൊരു നിർവചനം ഒന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ പ്രസംഗം തുടങ്ങാന്ന് പറയും. അപ്പൊ ദൈവം പറയും, ശരി ശരി എബിയച്ച, ദൈവം പറഞ്ഞു തരും, മോനെ, ഭൂമിയിലെ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് ആകാശത്തിലേക്ക് നീരാവിയായിട്ട് പൊങ്ങും. അപ്പൊ ഞാൻ പറയും സ്തോത്രം. അവിടെ ചെന്നത് ഇങ്ങനെ മേഘമായിട്ട് നിൽക്കും. അപ്പൊ ഞാൻ പറയാം അടുത്ത സ്തോത്രം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കനീഭവിച്ച് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. അപ്പൊ ഞാൻ പറയും, കർത്താവേ, വളരെ സന്തോഷം, നീ റീസൺ ഇതെങ്ങനെയാണെന്നുള്ള ആ വ്യാഖ്യാനം എനിക്ക് പറഞ്ഞത് നന്ദി. ഞാൻ ഇനി പെട്ടകം ഉണ്ടാക്കാൻ പോവാന്ന് പറയും. കർത്താവ് പറയും, നീ പെട്ടകം ഉണ്ടാക്കിയേ വേണ്ടെന്ന് പറയും. മനസ്സിലായോ? നിന്റെ ആവശ്യമില്ലാത്ത, നിന്റെ ഈ നാക്ക് ആവശ്യമില്ലാത്തടത്തെല്ലാം നീ വളച്ചതിന്റെ റിഫ്ലക്റ്റാ നീ അനുഭവിക്കുന്ന പകുതി. ആര് സ്വതന്ത്രം എന്താ പറയുന്നത്? പക്ഷേ നോഹേ, സല്യൂട്ട് നമ്പർ 3. ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്യുക. കാരണം ഈ വേദപുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറക്കി പരിശോധിച്ചു, ഒരിടത്തെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ചോദ്യമെങ്കിലും ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എന്റെ ചിന്ത ഞാനൊന്ന് ഭാവനയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. പെട്ടകം പണിയാൻ തുടങ്ങി, പ്രസംഗം തുടങ്ങി, പട്ടമ നമ്മളെ പോലുള്ളമാർ ചോദ്യം തുടങ്ങി, എന്താണ് കാര്യം? പെട്ടകം പണി. എന്തിനാ പണിയുന്നേ? മഴ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ജലപ്രളയം വരാൻ പോകുന്നു. അതെന്നാ സാധനം? നോക്കട്ടെ, മറുപടി അറിയില്ല.
അല്ലെങ്കിൽ എന്താ പോലെ ഇരിക്കും അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും അതറിയില്ല. എങ്ങനെ പറഞ്ഞത് ഇത് എതിലേ വരും അറിയില്ല. പിന്നെ നിനക്ക് എന്നെ അറിയടാ, നിങ്ങളുടെ വട്ടാണോ? നോഹയുടെ മറുപടി, നീ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം തരാൻ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒന്നറിയാം, എന്റെ ദൈവം പറഞ്ഞു. ഓ, ഞാനത് ചെയ്യുകയാണ്. വിഷയത്തിൽ സ്തോത്രയന്ത്രത്തിൽ പറയത്തില്ലേ, കർത്താവ് തന്നോട് പറഞ്ഞത്, അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇന്ന് രാത്രിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി, അതിന്റെ വ്യാഖ്യാനങ്ങൾ പരതുന്നത് നിർത്തി, മെഡിക്കൽ സയൻസ് പറഞ്ഞതൊക്കെ തലേന്നെടുത്തു കളഞ്ഞിട്ട് ഇന്ന് രാത്രി പറ, ദൈവം പറഞ്ഞു ഞാൻ ഇറങ്ങി, ദൈവം പറഞ്ഞു ഞാൻ അനുസരിച്ചു. ആ ഒരൊറ്റ വിശ്വാസം നിന്നെ നിത്യതയിൽ കൊണ്ടുവന്നെത്തിക്കും. നോഹ ലോകം മൊത്തം കളിയാക്കി കാണും, പക്ഷേ ദൈവം അരുളി ചെയ്തത് വിശ്വസിച്ച നോഹ, ദൈവത്തിന്റെ കൂടെ നടന്നവൻ, നീതിമാൻ, നിഷ്കളങ്കൻ, ദൈവം പറഞ്ഞതനുസരിച്ചു. ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുമ്പോൾ, സ്വർഗത്തിൽ അവൻ വിശ്രമിക്കുമ്പോൾ, ദൈവം കൊടുത്തൊരു ചാർത്തുണ്ട്, നീതി പ്രസംഗിയായ നോഹ, നിന്റെ വിളി ചെറുതല്ല, നിന്റെ ക്ഷണം ചെറുതല്ല, നിന്റെ ക്ഷണക്കത്തിന്റെ കാമ്പതി വായിക്കണം, നിന്റെ മേൽ പകർന്ന രക്ഷയുടെ സത്ത നീ അറിയണം. എന്റെ പ്രാർത്ഥന, നീ ദൈവത്തെ ആരാധിക്കുന്നവൻ മാത്രമായ പോരാ, നീ ദൈവത്തെ അറിയുന്നവൻ മാത്രമായ പോരാ, നീ ദൈവത്തെ ആസ്വദിക്കുന്നവൻ കൂടായിത്തീരണം. ഇന്ന് രാത്രി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോകുകയാണ്. വഷളത്വം പ്രവർത്തിച്ചൊരു തലമുറയിൽ എല്ലാം നശിക്കുമ്പോൾ ഘട്ടകത്തിനകത്ത് നോഹയും കുടുംബവും സുരക്ഷിതമായിരുന്നു. രാത്രി ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മതത്തിനല്ല, മരുന്നിനല്ല, മന്ത്രവാദിക്കല്ല, മനുഷ്യർക്കല്ല, സ്വർഗത്തിലെ ദൈവത്തിനാണ്. സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ഉറപ്പ് ഞാൻ തന്നവസാനിപ്പിക്കുകയാ. ദൈവത്തിന്റെ പ്രസാദം നിനക്കുണ്ടെങ്കിൽ നിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ദൈവത്തിന്റെ പ്രസാദം നിനക്കുണ്ടെങ്കിൽ നിന്റെ ചുവടുകളെ അവൻ സൂക്ഷിക്കും. ദൈവത്തിന്റെ പ്രസാദം നിനക്കുണ്ടെങ്കിൽ നിന്റെ കാലുകൾ വഴുതി പോകാതിരിക്കാൻ അവൻ സൂക്ഷിക്കും. ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേലുണ്ടെങ്കിൽ ഈ കൊറോണയുടെ നടുവിലും, ഈ മഹാവൈറസിന്റെ നടുവിലും, ഈ കാലത്തിന്റെ വല്ലാത്ത പോക്കിന്റെ നടുവിലും അവൻ നിന്നെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഇന്ന് രാത്രി അവൻ ഏറ്റെടുക്കുകയോ. രാത്രി അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അറയുണ്ടീ മരുവതിൽ സാരമില്ല, ആറായിനാഥനാമീശു ചേർന്ന് പാടാം. ആറായുണ്ടീ മരുവതിൽ, ആറായിനാഥനാമീശു, മാറാത്ത മാറുമോ ആയവൻ, മാറാത്ത മാറുമോ ആയവൻ, മാറാമധുരമാക്കിയിടും, മാറാമധുരമാക്കിയിടും. ലോകത്തിലേക ആശ്രയം ചേർന്ന് പാടാം. ലോകത്തിലേക ആശ്രയം മാത്രം വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനെ ചെറുപടാം. മതിയെന്നും വാട്ടിപ്പാടും ഞാനാവേനെന്നും വാട്ടിപ്പാടും ഞാനാവേ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോഭങ്ങളേറിയും മാവേലോ വിശ്വാസ പോരിൽ നിൽക്കുവാൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ
വേണ്ടായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകൻ ഏറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകൻ ഏറി വന്നാലും. വേണ്ടായി പ്രിയനേ നീ മതി, വേണ്ടായി എന്നോ വാട്ടിപ്പാടും ഞാൻ, എന്നോ വാട്ടിപ്പാടും ഞാൻ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയട്ടെ. ഞങ്ങളെല്ലാവരും ഒന്ന് അൺമ്യൂട്ടായി, എല്ലാവരുടെയും അധരം തുറന്നേ. ഞങ്ങളെല്ലാം അൺമ്യൂട്ട് ചെയ്തേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗത്തിലേക്ക് നമ്മുടെ കരം ഉയർത്താം. എല്ലാവരുടെ നാവിന് സ്തോത്രം ചെയ്യട്ടെ. കർത്താവ് കേൾക്കട്ടെ, ഞാൻ കേൾക്കട്ടെ. ഓഡിയോ കർത്താവേ തലമുറയിൽ പ്രവർത്തിച്ച തലമുറയിൽ എല്ലാ ആനുകൂല്യങ്ങളും മാത്രം ദൈവത്തിന്റെ പ്രീതി ദൈവത്തോട് കൂടെ നടന്നതിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം രാത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തിന്റെ വാക്കുകൾ നിർവചിക്കാൻ പറ്റാത്ത വലിയൊരു ദിവസം രാത്രി ഞാൻ അറിയുന്നുണ്ട്. കർത്താവിന്റെ വലിയ മഹത്വം ഞാൻ അറിയുന്നുണ്ട്. രാത്രി എല്ലാവരും തുറന്നൊരു സ്വർഗത്തിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം പറയണമെങ്കിൽ സ്തോത്രം പറയാം. അന്യഭാഷ പറയണമെങ്കിൽ അന്യഭാഷ പറയാം. പ്രസാദം ലഭിക്കുന്നവരുടെ തലമുറയിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സഭയെ, ലോകത്തെ മുഴുവനായി കരങ്ങളിലേക്ക് സമർപ്പിക്കുക. യാത്ര ചെയ്യൂ ജീവൻ ഉയർത്തിച്ചേർന്ന് ജീവൻ വച്ചീടു അന്ത്യശ്വാസം വരെയും കൂടെ ജീവൻ വച്ചീടു അന്ത്യശ്വാസം വരെയും തിന്നപ്പം ഞാൻ തിന്നാലും ഏകം ക്ഷണിച്ചെന്നാലും
യാത്ര ചെയ്യൂ ഞാൻ ക്രൂശെ നോക്കി ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടൂ രണ്ട് വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുറന്നു കിടക്കുന്ന സ്വർഗത്തിന്റെ കീഴിൽ നിന്റെ കൂടെ നിൽപ്പാൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ഗണവിത ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. നിന്റെ കരങ്ങളിൽ സഭ സമർപ്പിക്കപ്പെടുന്നു. ദൈവമേ, അങ്ങയുടെ ക്ഷണം ഇവർക്ക് ലഭിക്കട്ടെ, അങ്ങയുടെ ഫേവർ ഇവർക്ക് ലഭിക്കട്ടെ. കർത്താവേ, ആരോഗ്യത്തിലും ആയുസ്സിലും ദൈവകൃപയിലും സൗഖ്യത്തിലും കുറവില്ലാത്തവരായി ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി എരിയുന്നവരുടെ നിലയിൽ ഈ സഭയെ, ജനത്തെ ഒരുപോലെ തിരഞ്ഞെടുക്കേണ്ടതിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സഭയായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച കഥാദാസൻ പാസ്റ്റർ ബിജു അവരുടെ ഫാമിലി, ലിനിമോൻ ഫാമിലി, ഞാൻ സ്നേഹിക്കുന്ന മറ്റു കുടുംബങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എന്നെ പ്രാർത്ഥനയിൽ കുടുംബമായിട്ട് ഓർക്കുക. എനിക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, അല്പം ലേറ്റായി, അതുകൊണ്ട് ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. ഗോഡ് ബ്ലെസ് യു, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ബൈ.